guys, welcome back to my YouTube channel. Yay! As you all know, I was a repeater at Xylem and I am proud to say that I cracked NEET 2025. And today, Xylem is taking us on an all Kerala success celebration trip for 3 days. Before we get into this video, what I want to say is I won't be speaking for the first half of the video because I was shy and I didn't want to film in front of everyone. It was first decided that all of us go on Vande Bharat, but unfortunately some of us didn't get our ticket, so we had to go on another train. കിട്ടിയ റൂം വാഷ്റൂം നോക്കാം. മൈ ഗോഡ്, ഓ ക്ലീൻ. ഷവർ, ടോയ്ലറ്റ്, dinner, French fries, പപ്പടം, കറി, സോസ്, തൈര്, ബാക്കി കപ്പ് കേക്ക്. ഇഡ്ഡലി, വട, ചട്നി, സാമ്പാർ. ഇന്നലത്തെ കപ്പ് കേക്ക് ഇപ്പോഴും ഉണ്ട്. പാവണ്ട് കപ്പ് കേക്ക്. എന്താ പറയണ്ടേ? എന്തേലും പറയും. നീ എങ്ങനെയാന്നാണോ പറയേണ്ടത്? പറയട്ടെ. നല്ലത് പറയണേ. നല്ലത് തന്നെയുള്ളൂ പറയാൻ. കെമലിയോൺ ആയിരുന്നില്ലേ? കെമലിയോൺ എന്ന് പറയുമ്പോ ഇരുന്ന ക്ലാസ് ഒരു F ക്ലാസ് ആണ്. 2F ആയിരുന്നില്ലേ നിങ്ങളെ ക്ലാസ്? അപ്പം എന്താ ഞാൻ തന്നെ ആദ്യം പറയാ. എന്തെങ്കിലും പറഞ്ഞോ. അപ്പൊ ഹംദിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കെമലിയോൺ ഹോസ്റ്റലിൽ 2F ക്ലാസ്സിൽ ഫസ്റ്റ് ബെഞ്ചിൽ തന്നെ ഉണ്ടാകും. പിന്നെ ഹംദിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രാവിലത്തെ മോർണിംഗിലെ ക്ലാസ് ആണെന്നുണ്ടെങ്കിലും ഈവനിങ് ലാസ്റ്റ് പീരീഡിലെ ക്ലാസ് ആണെന്നുണ്ടെങ്കിലും ഭയങ്കര പ്ലസന്റ് ആയിട്ടാണ് ഹംദ ഉണ്ടാവുക. ഒരു ടീച്ചേഴ്സിനെ അവൾ എന്ത് ചെയ്തിട്ടില്ല, വിഷമിപ്പിച്ചിട്ടില്ല. എല്ലാ ക്ലാസ്സിലും അത് സത്യം തന്നെയാ, ഭയങ്കര പ്ലസന്റ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. എന്താണെന്നുണ്ടെങ്കിലും ഒരു തലയാട്ടല് ഹംദയ്ക്ക് ഉണ്ടാവും. ഹംദേന്റെ തലയാട്ടലാണ് മെയിൻ. അപ്പൊ ആ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് തന്നെ ഭയങ്കര ഒരു ബൂസ്റ്റ് ആണത്. ഞാൻ പോട്ടെ. നല്ല സത്യം, ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഞാൻ വളരെ ഇതായിട്ട് പറഞ്ഞതാ, ജെനുവിനായിട്ടുള്ളൊരു സംഗതിയാ പറഞ്ഞത്. എനിക്ക് ആ ഫസ്റ്റ് ബെഞ്ച് ഞാൻ വേണേ സൈഡ് ഞാൻ പറഞ്ഞുതരാം. നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത് പോഡിയം നിന്ന അതേ സൈഡിൽ അവിടെയാണ് മെയിൻ ഉണ്ടാവല് അല്ലേ? ഫസ്റ്റ് മിസ് വരും. ഇവിടെ ഒരാൾ നല്ലോ പൊക്കി പറഞ്ഞിട്ടില്ല. ഇത് വീഡിയോ ആണോ? ഹായ് ഹായ്. എന്താ തോന്നുന്നു? കാരണം ഇത് ഇതൊക്കെ തൈര് കണ്ടിക്കണം.
ഇവിടെ എത്തിച്ചേർന്ന ടോപ്പേഴ്സിനെ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. നമ്മുടെ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ സക്സസ് സെലിബ്രേഷൻ ബസ് ഉണ്ടോ പോകുന്നുണ്ടോ? നമ്മുടെ ഡ്രൈവർ ആ സബ്ജക്ട് മാറ്റി. ഇവിടെ ബസ് ഇല്ല. ആ ബസ്സിലെ ഡ്രൈവറാണ് നമുക്ക് വന്ന് വണ്ടി എടുക്കേണ്ടത്. ആ ഡ്രൈവറും ഒഴിവാക്കി പോയ ആ ഡ്രൈവർ അതിന്റെ കൂടെ പോയത്. ആലപ്പുഴയാണ്. യെസ്. ഹാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പ്രേഹാൾ എവിടെ കണ്ടുപിടിച്ചു? ഞാൻ ക്യാമ്പസ് ടൂർ നടത്തുന്ന പോലെ ഉണ്ടല്ലോ യൂട്യൂബിൽ. ഇന്റഗ്രേറ്റഡ് ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അവരും വരാമോ? ഇന്റഗ്രേറ്റഡ് ടീച്ചേഴ്സ്, ഐ റിക്വസ്റ്റ് the integrated teachers also to please come out on the stage. എങ്ങോട്ടാ പറയും ഈ ലീഡ് ചെയ്തോ? 1 2 3 സ്റ്റാർട്ട്. ഇതിപ്പോ ഞാൻ ബാഗ് എനിക്ക് ബാഗ് എന്തേലൊക്കെ പറയും. ഗ്ലോബൽ എക്കണോമിക് സ്റ്റേറ്റ് അത് എനിക്കറിയില്ല. ഈ ട്രിപ്പിന് ഏറ്റവും വലിയ പ്രത്യേകത അതൊന്നും പറയില്ല. ഏറ്റവും വലിയ പ്രത്യേകത ട്രിപ്പല്ല, നമ്മൾ ആരെ കൂടെ പോകുന്നത്. ഇപ്പൊ ഹൃദിന്, ഷഹല്, വൈഷ്ണവ്, ഫൈസാൻ ഇവരൊക്കെ കൂടെയുള്ള ട്രിപ്പ് കാര്യം നമ്മൾ ഫ്രണ്ട്സിനെ കൂടുതലുള്ള ഒരു യാത്രയാണ്. എസ്പെഷ്യലി ഹംദല്ലോണ്ട് ട്രിപ്പ് കുറച്ചുകൂടി നന്നായില്ലേ? ആരാ ഹംദ? ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിനെ പറയുന്നതായിരുന്നു. പറയൂ. വളരെ മികച്ചൊരു ട്രിപ്പാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. ഇംഗ്ലീഷ് സാർ നോക്കുന്നവരാണോ പാവോടെ സാറ് വീഡിയോ കണ്ട് പറയൂ, എന്തെങ്കിലുമൊക്കെ പറയൂ. ജലരാജിനെ സംബന്ധിച്ച് നമുക്ക് പറയാനില്ലേ, ജലരാജ് മാത്തമാറ്റിക്കൽ ജീനിയസ് ആണ്. IIT അല്ല, ബോർഡ് ലെവൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഏറ്റവും ടോപ്പ് മാത്തമാറ്റീഷ്യനാണ് നമ്മളെ ഇക്ബാൽ സാർ. ഇക്ബാൽ സാർ ഒരു ഇക്ബാൽ സാർ പോലും പ്രൈസ് ചെയ്ത ഒരു വ്യക്തിത്വമാണ് ജലരാജ് CJ. അച്ഛന് കഴിവാണ്. നമ്മളൊക്കെ അന്തം വിട്ട് നോക്കിയിരിക്കുമ്പോൾ ക്വസ്റ്റ്യൻ ചെയ്ത് ഒരു പേപ്പർ മൊത്തം മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാണ്. നമ്മൾ DPP ഡേ 1-ലാണെങ്കിൽ ഞങ്ങൾ ഡേ 10 എത്തിയിട്ടുണ്ടാവും. വെരി ടാലന്റഡ് പേഴ്സൺ ആണ്. ഞാൻ പറഞ്ഞല്ലേ ഇനി കുറച്ച് ബാക്കി തിരിച്ചു പറഞ്ഞു കൊടുത്താളാ. എന്നെ പുകഴ്ത്താൻ വേറെ ആരുമില്ല, അതുകൊണ്ടല്ലേ ഇതാണ് ഇവിടെ എല്ലാ ഞങ്ങളുടെ എല്ലാ കൂട്ടിയെടുത്തിട്ടുണ്ട് എല്ലാ ഇൻഫർമേഷനും. ഇതിൽ ഏറ്റവും പറയാനുള്ള കാര്യം നമ്മളെ ബാച്ചിന്റെ കോർഡിനേറ്റർ എന്ന് പറയുമ്പോൾ NS മാം ആണ്.
വെള്ളിയാഴ്ച. പിന്നെ മെൻറ്ററുടെ കാര്യം പറയണ്ടേ, മെൻറ്റർ അജ്മൽക്ക് അത്രയും ടോപ്പ് ഇതൊക്കെ അയച്ച് അജ്മൽക്ക് ഉണ്ടായാലാണ് ആ ഹോസ്റ്റലൊക്കെ നിലനിന്ന് പോകുന്നത്. ഹോസ്റ്റൽ പിന്നെ നമ്മളെ ടീച്ചേഴ്സ് എന്താ പറയാ, ഇക്ബാൽ സാറ്, ജി പി സാറ്, ബിജു സാറ്, സാറൊക്കെ സ്പെഷ്യൽ മെൻഷൻ. ടീച്ചറെ ഞാൻ മറന്നു പറയും. Say hi. അപ്പം കടലക്കറി ടേസ്റ്റ് ഉണ്ടോ ചെയ്യാ? ഇല്ല, സാരല്ല. കോഫി ചായ കുടിച്ച് കഴിഞ്ഞ് സിയ ഓളെ ടീക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. 3 പീസ് പറഞ്ഞോ, എന്തെങ്കിലും പറഞ്ഞോ. ഞാൻ ഇവിടെ റിസപ്ഷനിൽ വർക്ക് ചെയ്യണേ. പറയും, പേര് പറയും. ഫാത്തിമയാണ്. ഇവിടെ എന്തൊക്കെ ഇങ്ങനെയുണ്ട് വർക്കൊക്കെ? നന്നായിട്ട് ഇവിടെ ഇട്ട് പരിചയപ്പെട്ടതാ. എനിക്ക് ഇതിലുള്ള കുറേ കുട്ടികൾ അറിയില്ല, ബട്ട് അന്നെ ഞാൻ പരിചയപ്പെട്ടു. എല്ലാവരും കണ്ടപ്പോ എൻ്റെ ഒരു സ്പാർക്ക് ഉണ്ടായിരുന്നു, അതാണ് അങ്ങനെ പരിചയപ്പെട്ടത് അല്ലേ. ഞങ്ങള് ഇപ്പോൾ ഇനി അങ്ങോട്ടാ തൃശ്ശൂരിലേക്ക് പോകാൻ നിൽക്കാം. ഇന്നലെ രാത്രി ഇവിടെ DJ ഒക്കെ ഉണ്ടായിരുന്നു. ഇൻഷാ അല്ലാ നമ്മളങ്ങോട്ടാ പോണേ പറഞ്ഞു കൊടുക്കൂ. ബോട്ടിങ് ബോട്ടിങ്ങിൽ DJ ഉണ്ടാവുമായിരിക്കും. മിസ് നമ്മളെങ്ങോട്ടാ പോണേ? ബോട്ടിങ്. നമ്മളിപ്പോ ഏതാ സ്ഥലം ഫുൾ സർപ്രൈസ് ആണ്. ഒന്നും അറിയാതെ പെട്ടെന്നാണല്ലോ നടക്കുന്നത്. സാരല്ല, നീ പോയിക്കോ. അപ്പോൾ നമ്മളിപ്പോ വിട്ടുള്ളത് മറൈൻ ഡ്രൈവിലാണ്. നമ്മളിപ്പോ ഉള്ളത് മറൈൻ ഡ്രൈവിലാണ്. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ, കമന്റ് അമ്മായി ചുറ്റമ്മായി അറിവുണ്ടേ പൊന്നമ്മായി. ഹംദ വളരെ നല്ലൊരു കുട്ടിയാണ്. പിന്നെ ഹോസ്റ്റലിലുള്ള കുട്ടിയാണ്. നിന്റെ ക്ലാസ് ടീച്ചറാണ്. നീ പറയുന്നൊക്കെ അതിനകത്ത് കേൾക്കുമോ? കേൾക്കുമായിരിക്കും.
ശരി ടാറ്റ. അതുപോലെ നമ്മുടെ ക്രിയേറ്റീവ് ടീമിൽ നിന്നുള്ള എന്താ പറയുന്നത്, ഇത്രയും നല്ലൊരു കുട്ടീനെ ഞാൻ എന്റെ കരിയറിൽ പഠിപ്പിച്ചിട്ടില്ല. ക്രിയേറ്റീവ് ടീമിൽ നമ്മളുടെ ഞാൻ മിസ്സിനെ ഒഴിവാക്കി പോയതുകൊണ്ട് ഞാൻ എന്നെ ഒഴിവാക്കിയിരിക്കുന്നത്. ഒഴിവാക്കിയെന്നാ പറഞ്ഞില്ലേ എന്റെ ഹോസ്റ്റലിലായിരുന്നു, പിന്നെ ഹോസ്റ്റലിൽ നിന്ന് മാറി ഡേ സ്കോളറായി. അതിന്റെ ഒരു ക്ഷീണം മാത്രമേ കുട്ടിക്കുള്ളൂ, വേറെ ഒരു ഉണ്ടോ കുട്ടിയാണോ ഇവിടെ പഠിക്കണേ കഴിഞ്ഞു. നമ്മുടെ ജേണി ഇത് അവസാനിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ബൈ. ഇതാണ് ഷീനാസ് എല്ലാവരും കൂടി ആകെ ഇമോഷണൽ ആക്കി കുറെ തള്ളി കയറിയതായിരുന്നു സ്റ്റേജ് വന്ന് കുറെ ഇങ്ങനെ പൊടി ഇങ്ങനെ ഹൊറിസോണ്ടൽ ബ്രോ ഇതിപ്പം ഓപ്പോസിറ്റ് ആയി ഇങ്ങനെ ഇനി പറയും. നമ്മുടെ ജേണി അവസാനിച്ചിരിക്കുകയാണ്. അപ്പോ ഒരുപാട് പൊട്ടത്തരങ്ങളും അവിടെ നല്ല മെമ്മറീസുകളും സമ്മാനിച്ച ഹംദ ഇവിടെ കാണിക്കേ കാണുന്നുണ്ടോ ഫസ്റ്റ് എനിക്ക് ഇങ്ങനെ ആരും പരിചയമൊന്നുമില്ലായിരുന്നു. അപ്പൊ എനിക്ക് വീഡിയോ എടുക്കാൻ നല്ല മടിയായിരുന്നു. ഇപ്പൊ ഞാൻ പബ്ലിക്കായി വീഡിയോ എടുക്കുന്നു. വർത്താനം പറയുന്നുണ്ട്. അതിന്റെ വ്യത്യാസമാണ് എനിക്ക് തോന്നുന്ന ഒരു 6 ദിവസമൊക്കെ ആയിരുന്നെങ്കിൽ ഫസ്റ്റത്തെ പോലെ ട്രിപ്പ് ആയിരുന്നെങ്കിൽ ഭാഗ്യം, അല്ലെങ്കിൽ നമ്മളാകെ ഇമോഷണലായി ഹംദനെ കരയിപ്പിച്ച് വിട്ടേനെ. നമ്മൾക്കൊരു വലിയ പരിപാടി വരാനുണ്ട്. നമ്മൾക്കിനി ഒരു വലിയ പരിപാടി വരാനുണ്ട്. അത് നമ്മൾക്ക് സർപ്രൈസ് ആയി കാണാം. അടുത്ത വീടൊക്കെ സന്ധിക്കും വരെ ഇമോഷണൽ ആവണതിന് മുമ്പ് പിന്നെ നമ്മൾ പോവുണ്ടല്ലോ ഇവിടൊക്കെ കുറച്ച് ഫേക്ക് കണ്ണുനീര് തരാം. എനിവേ കുറെ ആൾക്കാരെ പരിചയപ്പെട്ട് നല്ല രസമുണ്ടായിരുന്നു ട്രിപ്പ്. എന്തേലും പറയാനുണ്ടോ? ശരണി പ്രത്യേകിച്ച് ഇഷ്ടമായിരുന്നു. ഇല്ല, അത് ഞാൻ പറയൂല, അങ്ങനെ ഞാൻ കള്ളം പറയൂല. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. ഒരു ടോപ്പറായ ഒരു ഫീലില്ലേ? പക്ഷെ അതിപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തെല്ലാം സംഭവിക്കുന്നുണ്ട് ചുറ്റും, പക്ഷെ അത് എന്താണെന്ന് ഇപ്പോഴും ഒരു റിയാലിറ്റിയോട് കിട്ടിയിട്ടില്ല. അപ്പോഴൊരു വിശ്വാസം ഇല്ല. ഇനിയിപ്പോ കോളേജിലൊക്കെ എത്തിയിട്ടേ കാര്യം പിന്നെ ഒരു റിയാലിറ്റി എക്സാം ഒക്കെ എഴുതുമ്പോഴായിരിക്കും നമ്മൾ റിയാലിറ്റിയോടൊക്കെ എത്തുക. ഇത് കട്ട് ചെയ്ത് നോക്കാം. അപ്പോ കോളേജിൽ വെച്ച് കാണാം. അടുത്ത വർഷം ഇതാരെങ്കിലും ടീച്ചേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അടുത്ത വർഷം കാണാം. ഒരാള് കൊറേ വീഡിയോ ഒക്കെ നല്ല എടുത്താണ്ട് പറയട്ടോ, എനിക്ക് ശരിക്കും യൂട്യൂബ് ഉണ്ടോ? തകർന്നു പോയ ബിഹൈൻഡ് ദ സീൻസ് ഓഫ് സെൽഫി ജസ്റ്റ് അംദ എന്നാണ് അവള് നേരത്തെ ജസ്റ്റ് അംദ അടിച്ച്. എന്നിട്ട് അടിക്കാൻ പോയി. അപ്പൊ ഞാൻ പറഞ്ഞ ഹംദ ജസ്റ്റ് ഹംദ ഈ രാജ ഹംദാന്ന് ഇവിടെ അങ്ങനെ അടിക്കാം. അപ്പൊ ഞാൻ പറയും ജസ്റ്റ് ഹംദ. എന്തായാലും മാറ്റണം മനസ്സിലായി. നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ടാവല്ലോ അല്ലേ? ലാസ്റ്റ് ഫുഡ് നല്ല നാളത്തെ സൂപ്പർ ഫാസ്റ്റിൽ നമ്മൾ കയറി പോകും.